പണം കൊണ്ട് അളക്കാൻ കഴിയാത്ത മൂല്യമുള്ള പലതുമുണ്ട് കാസർഗോഡ് വിദ്യാനഗറിലുള്ള തെരുവത്ത് മ്യൂസിയത്തിൽ. 1983 ലോകകപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിലെ മുഴുവൻ കളിക്കാരും ഒപ്പുവെച്ച ക്രിക്കറ്റ് ബാറ്റ് മുതൽ ചന്ദ്രനിലെ കല്ല് വരെ ഈ മ്യൂസിയത്തിൽ കാണാം. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ തെരുവത്ത് അബ്ദുൽ ഖാദറിന്റേതാണ് ഈ മ്യൂസിയം. കപിലിന്റെ ചെകുത്താന്മാർ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയതിന്റെ 40ാം വാർഷികത്തിൽ സ്വന്തമാക്കിയതാണ് മ്യൂസിയത്തിലെ ആദ്യ ക്രിക്കറ്റ് ബാറ്റ്. കപിൽ ദേവും സുനിൽ ഗാവസ്കറും രവിശാസ്ത്രിയുമടക്കം അന്ന് കളിച്ച എല്ലാ കളിക്കാരും ഒപ്പുവെച്ച ക്രിക്കറ്റ് ബാറ്റ് കാണുമ്പോൾ മ്യൂസിയത്തിലെത്തുന്നവർക്ക് കൗതുകം. മ്യൂസിയത്തിനകത്തേക്ക് കയറുംതോറും വിസ്മയ കാഴ്ചകൾ. ലോക ക്രിക്കറ്റിലെ മിന്നും താരങ്ങളുടെ ബാറ്റുകളും ജേഴ്സികളുമൊക്കെ തെരുവത്ത് അബ്ദുൽ ഖാദറിന്റെ മ്യൂസിയത്തിൽ ഭദ്രം. മ്യൂസിയത്തിലെ സമ്പാദ്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അബ്ദുൽ ഖാദറിന്റെ മറുപടി ഇങ്ങനെ: പണ്ടത്തെ ഫസ്റ്റ് തുടക്കം മുതൽ ഗാരി സോബേഴ്സ് മുതൽ ജെഫ്രി ബോയ്ക്കോട്ട് മുതൽ ചാപ്പൽ എവരിബഡി പേഴ്സണലി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് തെരുവത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഖുർആൻ മുഴുവനായും ചിത്രത്തുന്നലുകളാക്കിയ ഇറാനിൽ നിന്നുള്ള കാർപ്പറ്റും ദുബായിലെ ആദ്യകാല അച്ചടി യന്ത്രവുമൊക്കെ ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധമാണ് മ്യൂസിയത്തിന്റെ പ്രവർത്തനം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.